ബക്കറ്റ് കമ്പോസ്റ്റ് മാലിന്യ സംസ്കരണ ഉപാധി തയ്യാറാക്കുന്ന വിധം. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് ഇതുപോലത്തെ 2 ബക്കറ്റ്, 2 ലീച്ച് ഡ്ര, 2 ബേസിൻ, 2 ടാപ്പ് സെറ്റ് ചെയ്യുന്ന വിധം. ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന ലീച്ച് ഡ്ര ഇതിലേക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഇടുന്ന വേസ്റ്റിൽ ജലാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വലിച്ചെടുക്കാനായി കരിയില ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൂടെ പൊടിമണ്ണോ ഉപയോഗിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇനോക്കുലത്തിന് 2 ഇഞ്ച് കനത്തിൽ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജൈവമാലിന്യം നിക്ഷേപിക്കുക. അതിൻ്റെ കൂടെ മുകളിൽ 2 ഇഞ്ച് കനത്തിൽ ഇനോക്കുലം വിതറുക. ഇനി ഇതിലേക്ക് പുളി ജലാംശം പൂർണ്ണമായും ഇല്ലാത്ത വസ്തുക്കളാണ് നിക്ഷേപിക്കേണ്ടത്. പുളിരുചിയുള്ള നാരങ്ങത്തോടുകളോ ഉള്ളിത്തോലുകളോ ഒന്നും നിക്ഷേപിക്കാൻ പാടില്ല. ഓക്കെ, ഇതേ രീതിയിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടത്. ഈ ഒരു ബക്കറ്റ് നിറഞ്ഞാൽ നമുക്ക് അടുത്ത ബക്കറ്റ് ഇതുപോലെ ഉപയോഗിക്കാം. നിക്ഷേപിച്ച മാലിന്യം 1-1.5 മാസം കൊണ്ട് ജൈവവളമായി മാറുന്നതാണ്. പിന്നീട് അത് കൃഷികൾക്കോ ചെടികൾക്കോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നിക്ഷേപിക്കുന്ന മാലിന്യത്തിൽ ജലാംശമുണ്ടെങ്കിൽ അത് ലീച്ച് ഡ്രൈ കൂടെ താഴേക്ക് വന്ന് ഈ ടാപ്പിലൂടെ നമുക്ക് ബേസിലേക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ചെയ്യുന്ന ലീച്ച് ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു കീടനാശിനി കൂടിയാണ്.